തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയെ പരിഹസിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. ഇന്നലെ രൂപീകരിച്ച പാർട്ടിയുടെ നേതാക്കൾ പോലും സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് പറയുന്നു. അവർ മുഖ്യമന്ത്രിയാകുമെന്നാണ് ധരിക്കുന്നത്. DMK ഇന്നലെ കുരുത്ത കൂണല്ലെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു. എം കെ സ്റ്റാലിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. நாங்கள் தான் அடுத்த ஆட்சி, நாங்கள் தான் அடுத்த முதல்வர் என்று அநாத நிலையை சுற்றி கொண்டிருக்கிறவர்களெல்லாம் இன்றைக்கு அதை பிதற்றிக் கொண்டிருக்கிறார்கள். நான் யார், எப்படிப்பட்டவர், எந்த கட்சி தலைவர் என்றெல்லாம் சொல்ல விரும்பல. காரணம் அவர்களுக்கெல்லாம் நான் அடையாளம் காட்டுவதற்கு நான் தயாராக இல்லை. அதுதான் உண்மை. அவர்கள் பெயரை சொல்லி இந்த மேடைக்கு உரிய அங்கீகாரத்தை, இந்த மேடைக்குரிய கௌரவத்தை நான் குறைத்துக் கொள்ள விரும்பல. அதுதான் உண்மை. அதை எனக்கு புரிந்துக்கணும். நானாக இருந்தாலும் சரி, தம்பி உதயநிதியாக இருந்தாலும் சரி, அண்ணன் துரைமுருகனாக இருந்தாலும் சரி, என்ன சொன்னோம்? மாற்று கட்சி தான் சொன்னோம். அந்த கட்சியுடைய பேரை கூட சொல்ல எங்க வாய் வரல. காரணம், எத்தனையோ கட்சி இருக்கு, எத்தனையோ கட்சி பேரை சொல்றோம். ஆனால் இந்த கட்சியின் பேரை சொல்ல நாங்கள் மறுப்பதற்கு என்ன காரணம்? உண்மையிலே ஒரு அரசியல் கட்சியாக இருந்து, மக்களுக்காக பாடுபட கட்சியாக இருந்து, உழைக்கக்கூடிய கட்சியாக இருந்து, உண்மையிலேயே தமிழனுக்காக பாடுபட கட்சியாக இருந்தால் நான் சொல்லலாம். வேஷம் விட்டு கொண்டிருக்கக்கூடிய ஒரு நாடகத்தை நடத்தி கொண்டிருக்கக்கூடியவர்களுக்கெல்லாம் நான் அடையாளம் காட்ட விரும்பல. தான் உண்மை. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, വിജയ് രൂക്ഷ വിമർശനം DMK സർക്കാരിനെതിരെയൊക്കെ ഉന്നയിക്കുന്നത് നമ്മൾ മുൻപ് കേട്ടതാണ്. ആ ഒരു അസഹിഷ്ണുതയുടെ ശബ്ദമാണ് ഇപ്പോൾ സ്റ്റാലിൻ്റെ സ്വരത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പരോക്ഷ വിമർശനമായിരുന്നല്ലോ അല്ലേ? അനുജ, തലൈവർ എന്തായാലും അല്പം അസ്വസ്ഥനാണ്. അത്തരത്തിലാണ് ഇന്ന് തലപതിക്ക് ഒരു മറുപടിയുമായി അദ്ദേഹം എത്തിയിരിക്കുന്നത്. കാരണം ഈ TVK എന്നുള്ള പാർട്ടിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ തമിഴക രാഷ്ട്രീയം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്. DMK അല്പസ്വല്പമൊന്നുമല്ല അലട്ടിയിരിക്കുന്നത്. കാരണം അവരുടെ വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ട് കൃത്യമായി അവരുടെ പോളിസികളെ, നയങ്ങളെ, മുഖ്യമന്ത്രിയുടെ ശൈലിയെ, ഭരണത്തിനെ ഒക്കെ കൃത്യമായി വിമർശിച്ചുകൊണ്ടാണ് വിജയുടെ കടന്നുവരവ്. അത് അദ്ദേഹം പരന്തൂരിൽ 2 ദിവസം മുമ്പ് ആവർത്തിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇന്ന് മുഖ്യമന്ത്രി തന്നെ TVKക്ക് മറുപടി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ വിജയെ കടന്നാക്രമിച്ചിരിക്കുന്നത്. ഇന്നലെ പൊട്ടിമുളച്ച കൂണല്ല DMK എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൂടെ TVK രക്ഷപ്പെട്ടുകൊണ്ട് ഇന്നലെ രൂപീകരിച്ച ചില പാർട്ടികളുടെ നേതാക്കൾ അവർ അധികാരത്തിൽ വരുമെന്നും അവർ മുഖ്യമന്ത്രിയാകുമെന്നും ഇപ്പോഴേ ധരിക്കുന്നു എന്ന് സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നു. ഇത്തരക്കാരുടെ ലക്ഷ്യം വെറും ഷോ മാത്രമാണ്, ജനസേവനമല്ല. കാരണം DMK മുൻപ് രൂപീകൃതമായ ശേഷം ഒരു 10 വർഷത്തിന് പിന്നാലെയാണ് അവർ മത്സര രംഗത്തേക്ക് വരികയും പിന്നീട് അധികാരത്തിലൊക്കെ വരുന്നത്. എന്നാൽ ചിലർക്ക് ഇന്നലെ പാർട്ടി രൂപീകരിച്ച് ഇന്ന് മുഖ്യമന്ത്രിയായി മാറണം എന്നുള്ളൊരു ലക്ഷ്യം. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഒരു വിമർശനം, അതൊരു അസഹിഷ്ണുതയുടെ രൂപത്തിൽ വരുന്നതാണ്, അസ്വസ്ഥതയുടെ ഒരു രൂപത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നതാണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും രൂക്ഷ വിമർശനം DMKയ്ക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരെ വിജയ് ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ മുളച്ച കൂണല്ല DMK, മുഖ്യമന്ത്രിയാകാൻ ചിലർ കോപ്പ് കിട്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിൽ പരാമർശങ്ങൾ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.